രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ചിരി നിർത്താൻ പറ്റുന്നില്ല ഗൈസ്. എന്താണെന്നറിയോ, ആറാട്ടണ്ണന് പെണ്ണ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസുകാർ കൊടുത്തിട്ടുണ്ട്. ആ പെണ്ണിനെ തംബ്ലൈനിൽ കണ്ടപ്പോൾ പൊന്നാര ഗൈസ് ചിരി അടക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ആളെ ഏതായാലും കാണിക്കുന്നില്ല, അവരുടെ തംബ്ലൈന് ഞാൻ എടുത്തിടുന്നുണ്ട്. വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. എന്നാലും ചേച്ചി ഇങ്ങനെ പണിയൊപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഏത് ചേച്ചിയാണെന്നറിയോ, നമ്മുടെ ബസ് സ്റ്റാൻഡ് മേരി ഉണ്ടല്ലോ, ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് മേരി. അന്ത പൊണ്ണാണ് ഇന്ത പൊണ്ണ്, ഇന്ത ആളുടെ പൊണ്ടാട്ടി. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരിക്കൽ ഈ അമ്മച്ചി ആറാട്ടണ്ണനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പം മൂപ്പര് തമ്മിൽ ലപ്പാന്നുള്ള കാര്യം ഇപ്പോഴാണ് ഗൈസ് അറിയുന്നത്. വല്ലാത്തൊരു കഥ തന്നെയല്ലേ, കാലം പോയ പോക്കേ. അപ്പോൾ അന്ന് ആളെ കാണാത്ത ശപഥം നമ്മളെ ആറാട്ടണ്ണനായിരുന്നു ഇല്ലേ. അരുണ് പറഞ്ഞതിൻ്റെ അതിന് പറയടാന്ന് പറഞ്ഞ് പറയിപ്പിച്ചതാണോ എന്നുള്ളതും അറിയില്ല കേട്ടോ. അരുണിനെ തല്ലു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നോ? അത് എത്ര ആൾക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ക്ലൂ ഞാൻ പറഞ്ഞു തരാം. മുടി ഇല്ലാത്തൊരാളാണ് മൊട്ടച്ചി. മുടി നമുക്ക് നാളെ പോവാം കേട്ടോ. ഏതോ ഒരു അമ്മയ്ക്ക് എനിക്ക് വലിയൊരു അമ്പലത്തിലേക്ക് നേർച്ച നേർന്നെപ്പോലും ക്യാൻസർ വരാൻ. ക്യാൻസറൊക്കെ സ്വാഭാവികമായിട്ട് ആർക്കും വരുന്നൊരു സംഭവമാണ്. നമ്മളതിനെ പ്രതിരോധിക്കാനുള്ള കരുത്തുണ്ടാക്കുക എന്നല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ക്യാൻസറിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ നാളെ മേ ബി എനിക്ക് നിങ്ങൾക്കൊക്കെ വന്നേക്കാവുന്നല്ലോ. ആ ഒരു രോഗത്തെ തരണം ചെയ്തൊരു സ്ത്രീയാണ് ഇവർ. പക്ഷെ ആറാട്ടണ്ണനൊക്കെ ആയിട്ട് പ്രണയത്തിൽ എന്ന് പറയുന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലേ. ഏതായാലും ആ തമ്പ്ലൈന് കണ്ട് ഞാൻ ചിരിച്ചു പണിയായിപ്പോയി ഗൈസ്. എന്താക്കാനാ, ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് കുത്തിരുന്ന് ചിരിക്കാനൊരു കാര്യമായി, അല്ലാണ്ട് എന്ത് പറയാനാ. അപ്പോൾ മുഹബത്ത് ആറാട്ടണ്ണനോട് വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ. അല്ലാ, എന്ത് ചെയ്യാനാണ് ഗൈസ്, ഓരോരോ അവസ്ഥകളെ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഇത് കണ്ടപ്പം എനിക്ക് നിങ്ങളുടെ അടുത്തേ കൂടി ഒന്ന് പങ്കുവെക്കണം തോന്നി. കാരണം അമ്മയ്ക്ക് തിരഞ്ഞെടുത്ത ആളെ ഏതായാലും നല്ല ജോഡിയാട്ടോ. 10-11 പൊരുത്തം കാണും. കാരണം ഒന്ന് മൊയന്താണ്, ഒന്ന് അതിനെക്കാട്ടിയും വലിയ മൊയന്തയാണ്. അപ്പോൾ 2 മൊയന്തകൾ ചേർന്നാൽ അവരുടെ ലൈഫ് എന്തായാലും അടിപൊളിയായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ അറിയാത്തൊരു സംഭവമാണല്ലോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്തേക്ക് കൂടി ഒന്ന് പങ്കുവെക്കണമെന്ന്. ഒന്നൊന്നര സംഭവമാണല്ലോ അത്. എന്നാലും എൻ്റെ ചേച്ചി ഞങ്ങൾക്ക് എങ്ങനെ പറ്റിയ ചേട്ടനാ? ഓരോരുത്തരുടെ ചോയ്സാണല്ലോ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഭ്രാന്തനായ മജുവിൻ്റെ ഭംഗി കാണണമെങ്കിൽ ലൈലയുടെ കണ്ണിൽ കൂടെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആറാട്ടണ്ണൻ്റെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബസ് സ്റ്റാൻഡ് ചന്തമേരിയുടെ കണ്ണിൽ കൂടെ തന്നെ നോക്കേണ്ടി വരും. അപ്പേ ആറാട്ടണ്ണൻ്റെ യഥാർത്ഥത്തിലുള്ള ഭംഗി കാണാൻ പറ്റുള്ളൂ. അത് നമുക്കാർക്കും നോക്കിയാൽ കാണാൻ പറ്റില്ല. ഏതായാലും ചേച്ചി, നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഞാൻ വിഷ് ചെയ്യുന്നു. നിങ്ങൾ മൊയന്തയും കൂടിയാൽ 1.5 മൊയന്തകളാവും. അപ്പോൾ ആ 2 മൊയന്തകൾക്കും എൻ്റെ എല്ലാവിധ അനുഗ്രഹ ആശംസകളും നേരുന്നു. ഓക്കെ, ടാറ്റാ.